ആക്ച്വലി നമ്മൾ ലെഗാണ് ട്രൈ ചെയ്യേണ്ടത്. നമ്മൾ ലെഗ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവിടെ കുറച്ച് ഗേൾസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഓർഡറിങ് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. സോ നമുക്ക് ലെഗ് ഡ്രംസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ട്രാൻസിഷൻ ചെയ്യാം, ഫസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അപ്രൈറ്റ് ചെയ്യാം. എന്നിട്ട് അപ്പോഴത്തേക്ക് അവിടെ തിരക്കൊതി എന്നിട്ട് നമുക്ക് ഒരു ലെഗ് ഇരിക്കാം. യെസ്. ഫൈനലി നമുക്ക് ബാറ് ഫ്രീ ആയിട്ട് കിട്ടി. എല്ലാവരും ചെയ്തിട്ട് പോയി. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് വാവപ്പാട് ഫ്രീ ബാറില് വാപ്പ്. ആക്ച്വലി ആൾക്കാരോടൊപ്പം വ്ലോഗ് ചെയ്യാൻ ഭയങ്കര പാടാണ്. രണ്ട് സെറ്റ് വാപ്പ് യൂഷ്വലി 2 സെറ്റ് വാപ്പാണ് ചെയ്യുന്നത്. സോ 2 സെറ്റ് വാപ്പ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വർക്ക് സെറ്റ് കാണും. സോ രണ്ടാമത്തെ സെറ്റ് വാപ്പ് തുടങ്ങാൻ പോകണം. 30 കിലോ ഒരു സൈഡ് 30 കിലോ വരുമ്പോ 2 സൈഡിയുടെ വെയിറ്റ് മാത്രം 60 കിലോ. പിന്നെ ബാറിന്റെ ഒരു 20 കിലോ ആണ്. മൊത്തം 80 കിലോ. മൊത്തം 80 കിലോ. സോ ഫസ്റ്റ് വർക്ക് സെറ്റ് എന്ന് പറഞ്ഞത് അതിൽ കൂടുതൽ വെയിറ്റ് കൂട്ടാറില്ല. അതിൽ കൂടുതൽ വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണം കാലിലൊരു ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെ കാല് ഊരിപ്പോയി കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. കാലിൽ ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. സോ എങ്ങനെയെങ്കിലും ചെയ്യാന്നുള്ളേ ഉള്ളൂ. ലിഗമെന്റ് ഇഞ്ചുറി വേണം, സർജറി വേണം. സർജറിയിൽ മാത്രമേ വാങ്ങത്തുള്ളൂ. സോ സർജറി ആണെങ്കിൽ നല്ല പൈസയാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർജറി ചെയ്യാനുള്ള പൈസയില്ല. പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള ടൈമില്ല. കാരണം ഇത്രയ്ക്ക് ലോങ് ടൈം റെസ്റ്റ് എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയിൽ പറ്റത്തില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ലെഗ് ട്രെയിൻ ചെയ്യാതിരിക്കാൻ പറ്റുന്നത് ഇവിടെ ഫിസിയോ ചേട്ടൻ പറ്റും സൂര്യ എന്ന് പറയുന്നത്. പുള്ളിയോട് സംസാരിച്ച് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗിന് ചുറ്റുമുള്ള മസിൽസ് സ്ട്രെങ്തൻ ആയി കഴിഞ്ഞാൽ കാലിടയ്ക്കിടയ്ക്ക് ഊരിപ്പോകുന്ന ആ ഒരു സംഭവം ഉണ്ടാകത്തില്ലെന്നാണ്. സോ നമ്മൾ ഒരു മോഡറേറ്റ് വെയിറ്റ് ഇട്ടിട്ട് നല്ലതുപോലെ ലെഗിന് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. എല്ലാ വർക്കൗട്ടും അത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് പുഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് പ്രസ്സിലാണ്. സ്കോട്ട് 80 കിലോ ആണ് മാക്സിമം. സോ നമുക്ക് ഫസ്റ്റ് വർക്ക് സെറ്റ് ചെയ്യാം. 2 വർക്ക് സെറ്റ് കാണും. തൂക്കി ചെയ്യാം. എന്റെ ഷോൾഡർ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഷോൾഡർ അല്ല, ഈ സൈഡായിട്ട് അത് അങ്ങനെ കൈ പിടിച്ചതല്ല വെള്ളമായിരിക്കും അല്ലേ. അടുത്തെന്ന് പറയുന്നത് വർക്കൗട്ട്. സോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഇതിന് മുമ്പ് ഒരു വ്ലോഗുമായിട്ട് നമ്മൾ നെറ്റ്ഫ്ലിക്സ് ബാക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യാനുള്ള അറിയില്ല. അതിന്റെ മെയിൻ കാരണം അതിന്റെ തലേ ദിവസം അന്ന് രാത്രി എനിക്ക് പനി പിടിച്ചു. 2 ദിവസം ചൊവ്വാഴ്ച അവൾ ബാക്ക് അടിച്ച് ബുധനും വ്യാഴവും കംപ്ലീറ്റ് റെസ്റ്റ്. അത് കഴിഞ്ഞിട്ട്
വീട്ടിലെത്തി ഞാൻ വന്ന് കാണിച്ചു. സ്കോട്ട് ചെയ്തപ്പോഴും അത്ര പ്രശ്നമില്ല. പക്ഷെ ഈ മൂക്കടഞ്ഞിരിക്കുന്ന ശ്വാസം പ്രോപ്പറായിട്ട് കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മള് വർക്കൗട്ട് ചെയ്ത് സെറ്റ് ആയിട്ട് വരുമ്പോ ഈ പനി പിടിക്കുന്ന പരിപാടി, പനി പിടിച്ചു കഴിയുമ്പോ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിയുന്ന നമ്മൾ ഒരു ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ഞാൻ ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പനി കംപ്ലീറ്റ് മാറിയിട്ടൊന്നുമില്ല, പക്ഷെ ചെയ്യാം. ഇതിലൂടെ ആ പനി പിടിച്ച് വീട്ടിരുന്ന് കഴിഞ്ഞാൽ ശരി. പിന്നെ ഒരു ദിവസമേ ഉള്ളൂ. ആ ഒരു ദിവസം എന്താ കാണിക്കണം. ഇന്ന് ഞാൻ വന്ന് ലെഗ് അടിച്ചു കഴിഞ്ഞാൽ നാളെ എനിക്ക് വീണ്ടും ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. സോ അടുത്ത നമ്മൾ സ്കോട്ട് ചെയ്തു. പിന്നെ അടുത്ത് പറഞ്ഞ ലെഗ് പ്രസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യം ചെയ്ത ലെഗ് ഡേ എന്ന് പറയുന്നത് ഹെവിയാണ്. അതുകൊണ്ട് ലെഗ്ജസും കാര്യമൊക്കെ പറയേണ്ടതാണ്. സോ ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ ശ്വാസം കിട്ടുമ്പോൾ ഞാൻ ഇതുകൊണ്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ വരിക, ഉള്ള 4 വർക്കൗട്ട് പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ വൈദ്യുതി പറഞ്ഞത്. സോ ലെഗ് പ്രസ് നമ്മൾ ആ സെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ സാധനം കേൾക്കുന്നുള്ള സ്പീക്കറിന്റെ നേരെ 4 ആൾ ഇരിക്കുന്നത്. ഞാൻ നോക്കണ അലക്കേണ്ട അവസ്ഥയാണ്. ഒന്നുമില്ല, ഞാനല്ല ബ്ലോഗ് ഞാൻ എടുത്ത് പോകും. അപ്പൊ അടുത്ത വർക്കൗട്ട് പറഞ്ഞത് ലെഗ് എക്സ്റ്റൻഷൻസ് ആണ്. സോ 4 സെറ്റ് ഉണ്ട്. ലെഗ് പ്രസ് 4 സെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഞാൻ ഓരോ സെറ്റും കാണിക്കാത്തന്നെ വെച്ച് കഴിഞ്ഞാൽ ഓരോ സെറ്റും കാണിക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വീഡിയോ ലെഗ് കൂടും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ജിമ്മില് വ്ലോഗ് ചെയ്യാൻ പഠിക്കുന്നുള്ളൂ. എന്റെ ക്യാമറ ആംഗിൾസ് ഒക്കെ വളരെ ബോളാണ്. മറ്റു കാര്യം നമ്മളെ ചെറിയൊരു അല്ലല്ല കരിക്കാനുള്ളോ കുടിച്ചോ. അപ്പൊ ഇവിടെ പറഞ്ഞു നിർത്തിയ പോയി. ഞാൻ തന്നെ എല്ലാവരും വ്ലോഗ് ചെയ്യുക. കാണാം എല്ലാം കാണാം. ആ ഫ്ലോ കളഞ്ഞു. അപ്പൊ ഓരോ സെറ്റ് കാണിക്കുക ഞാൻ വീഡിയോ ലെഗ് നല്ലപോലെ കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഒരു വർക്കൗട്ട് ഒരു സാധനം വന്ന് കാണുന്നത്. പിന്നെ നമ്മൾ ഗോറില്ല പോളിലാണ് വീഡിയോ വെച്ചെടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്നും ക്യാമറകൾ വെക്കാൻ പറ്റത്തില്ല. ഒരു വലിയ ട്രൈപോഡ് മേടിക്കണം. അപ്പം ലെഗ് സെഷന്റെ 4 സെറ്റ് ചെയ്തിട്ട് വരാം. ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സംഭവം ഹാംസ്ട്രിങ്ങിലാണ് 4 സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. 2 സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്റെ ഹാംസ്ട്രിങ് നല്ലതുപോലെ പിടിക്കുന്നുണ്ടായിരുന്നു, കൊളുത്തി പിടിക്കുന്ന പോലെ. സോ 2 സെറ്റ് ചെയ്തുള്ളൂ. പിന്നെ സ്ട്രെയിച്ച് ചെയ്ത് കഴിഞ്ഞാൽ
വർക്കിന് പോകേണ്ടതാണ്. നിങ്ങൾ ഇടയ്ക്ക് വെച്ചെല്ലാം കൊളുത്തി പിടിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതും ഈ കൊളുത്തി പിടിക്കുക വെച്ചാൽ മസിൽസ് പ്രോപ്പർ ആയിട്ട് സ്ട്രെങ്ത് ആവാത്ത കൊണ്ടാണ്, അല്ലെങ്കിൽ മസിൽസ് പ്രോപ്പർ ആയിട്ട് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കൊളുത്തി പിടിക്കുന്നതാണ്. മറ്റേ ഫിസിയോ ചില കാര്യം പറഞ്ഞ പുള്ളി പറഞ്ഞു. അപ്പൊ ചെറിയ വെയിറ്റിന്റെ അടുത്ത ആഴ്ചയിൽ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. വർക്കൗട്ട് കഴിഞ്ഞു ഇനി വീട്ടിൽ പോവാ, എല്ലാ ആഹാരം കഴിക്കുക. അപ്പം ജിം ബ്ലോഗ്സ് എന്തെങ്കിലും ഒക്കെ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തണം എന്നുണ്ടെങ്കിൽ കമന്റ്സ് പറയാനായിട്ട് ശ്രമിക്കാം. അഡിയോസ്.